അപ്പൊ ഇത് ശരിക്കും എന്റെ കണ്ണു തുറപ്പിച്ച കാര്യമാണ്. കാരണം ഒരച്ഛനും സിസ്റ്ററും ഉള്ള പുരാതനമായ ഒരു കത്തോലിക്ക കുടുംബത്തില് ജനിച്ച 2 പിള്ളേര് ഒരു കാരണമില്ലാതെ എത്ര ചികിത്സ എടുത്തിട്ട് മരിച്ചു പോകുന്നു. മൂന്നാമത്തെ കൊച്ച് ഇതുപോലെ തന്നെ വന്നിച്ചിട്ട് തിരിച്ചു കിട്ടുന്നു ഇത്ര അടയാളങ്ങളോടുകൂടി. അതോടെ ശരിക്കും എന്റെ കണ്ണു തുറന്ന് നമ്മുടെയൊക്കെ കത്തോലിക്ക പാരമ്പര്യയുടെ കുടുംബങ്ങളിൽ പോലത്തെ അച്ഛൻ സിസ്റ്റർമാരുള്ളവർക്ക് പോലും ഇവൻ കിടന്ന് കളിക്കുന്ന കളി എന്താന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഈ കാരണവന്മാര് വഴിയായിട്ടും ആ കുടുംബത്തിൽ ചില വലിയ പ്രകടമായ തിന്മകളൊന്നും, പക്ഷെ എന്തോ ചില അവർ തിരിച്ചറിയാതെ കിടന്ന എല്ലാ സാഹചര്യങ്ങളോടും പഴുതകത്ത് കയറിയിട്ട് ഇവിടെ അത് പൊട്ടി സംഭവിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഓരോ മേഖലയിൽ നമ്മൾ ഞെരുക്കങ്ങളും ദുരന്തങ്ങളും തകർച്ചകളും പിടിനിൽക്കാത്ത മരുന്നിനും അധ്വാനത്തിനും വഴങ്ങാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മള് ഈ മേഖലയൊന്ന് പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിച്ചാൽ അതിന് പരിഹാരം അവിടെ കാണും ചിലപ്പോൾ. അപ്പൊ നമ്മള് ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിന്മ കയറി കിടക്കുന്നത്.